നെഗറ്റീവ് നമ്പേഴ്സ്. സീറോയേക്കാൾ ചെറിയ നമ്പേഴ്സിനെയാണ് നെഗറ്റീവ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. പേര് പോലെ തന്നെ നെഗറ്റീവ് സൈനുള്ള, അതായത് മൈനസ് സൈനുള്ള നമ്പേഴ്സാണ് നെഗറ്റീവ് നമ്പേഴ്സ്. അതായത് ഒരു നമ്പർ ലൈനിലെ സീറോയേക്കാൾ വലിയ നമ്പേഴ്സിനെ പോസിറ്റീവ് നമ്പേഴ്സ് എന്നും സീറോയേക്കാൾ ചെറിയ നമ്പേഴ്സിനെ നെഗറ്റീവ് നമ്പേഴ്സ് എന്നും പറയുന്നു. സീറോ ഒരു നെഗറ്റീവ് നമ്പറോ പോസിറ്റീവ് നമ്പറോ അല്ല. മാത്സിൽ ഒന്നുമില്ലാത്തതിനെ, അതായത് നത്തിങ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സീറോ യൂസ് ചെയ്യുന്നത്. ഈ ചാപ്റ്ററിൽ നമ്മൾ നെഗറ്റീവ് നമ്പേഴ്സിൻ്റെ അഡീഷനും സബ്ട്രാക്ഷനുമാണ് നോക്കുന്നത്. നെഗറ്റീവ് നമ്പേഴ്സിൻ്റെ അഡീഷനും സബ്ട്രാക്ഷനും ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് കാര്യങ്ങൾ അറിഞ്ഞാൽ മതി. അതായത് നെഗറ്റീവ് പ്ലസ് നെഗറ്റീവ് ഈക്വൽ ടു നെഗറ്റീവ്. അതായത് ഒരു നെഗറ്റീവ് നമ്പറിൻ്റെ കൂടെ മറ്റൊരു നെഗറ്റീവ് നമ്പർ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതും ഒരു നെഗറ്റീവ് നമ്പർ ആയിരിക്കും. നെഗറ്റീവ് പ്ലസ് പോസിറ്റീവ് ഈക്വൽ ടു ലാർജ് നമ്പർ മൈനസ് സ്മോൾ നമ്പർ ആൻഡ് പുട്ട് സൈൻ ഓഫ് ലാർജ് നമ്പർ. അതായത് ഒരു നെഗറ്റീവ് നമ്പറും ഒരു പോസിറ്റീവ് നമ്പറും കൂടി ആഡ് ചെയ്യുമ്പോൾ വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ സബ്ട്രാക്ട് ചെയ്തിട്ട് വലിയ നമ്പറിൻ്റെ സൈന് ഇട്ട് കൊടുക്കണം. ഫോർ എക്സാമ്പിൾ 2 - 3. 2ൻ്റെ സൈന് പ്ലസും 3യുടെ സൈന് മൈനസുമാണ്. അപ്പോൾ ഇതൊരു പോസിറ്റീവ് നമ്പറും ഒരു നെഗറ്റീവ് നമ്പറുമാണ്. അപ്പോൾ പോസിറ്റീവ് നമ്പറും നെഗറ്റീവ് നമ്പറും കൂടി വന്നാൽ ലാർജ് നമ്പറിൽ നിന്ന് സ്മോൾ നമ്പർ മൈനസ് ചെയ്തിട്ട് ലാർജ് നമ്പറിൻ്റെ സൈൻ ഇട്ട് കൊടുക്കണം. ഇവിടെ ലാർജ് നമ്പർ 3യും സ്മോൾ നമ്പർ 2വുമാണ്. അപ്പോൾ 3 - 2 എന്നിട്ട് ലാർജ് നമ്പർ 3 ആണ്. 3യുടെ സൈന് നെഗറ്റീവാണ്. സോ നെഗറ്റീവ് സൈൻ ഇട്ട് കൊടുക്കണം. ദാറ്റ് ഈസ് മൈനസ് ഓഫ് 3 - 2. 3 - 2 1 ആണ്. ഈ നെഗറ്റീവ് ഇട്ട് കൊടുക്കുമ്പോൾ -1 ആവും. അതേപോലെ -4 + 6. ഇവിടെ 4ൻ്റെ സൈന് നെഗറ്റീവും 6ൻ്റെ സൈന് പോസിറ്റീവുമാണ്. അതായത് ഇതൊരു നെഗറ്റീവ് നമ്പറും ഒരു പോസിറ്റീവ് നമ്പറും കൂടിയാണ്. അപ്പോൾ നെഗറ്റീവ് നമ്പർ പോസിറ്റീവ് നമ്പർ കൂടി വന്നാലും വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ മൈനസ് ചെയ്തിട്ട് വലിയ നമ്പറിൻ്റെ സൈൻ ഇട്ട് കൊടുക്കണം. ദാറ്റ് ഈസ് 6 - 4. എന്നിട്ട് വലിയ നമ്പർ 6 ആണ്. സോ 6ൻ്റെ സൈന് പോസിറ്റീവ് ആയതുകൊണ്ട് പോസിറ്റീവ് സൈനാണ് ഇതിനിട്ട് കൊടുക്കേണ്ടത്. ദാറ്റ് ഈസ് 6 - 4 2 ആണ്. സോ ദിസ് ബിക്കം 2. പോസിറ്റീവ് സൈൻ ഇട്ട് കൊടുക്കുമ്പോൾ +2. ദാറ്റ് ഈസ് 2. -2 + 2. ഇവിടെ ആദ്യത്തെ 2ൻ്റെ സൈന് നെഗറ്റീവും രണ്ടാമത്തെ 2ൻ്റെ സൈന് പോസിറ്റീവുമാണ്. അപ്പോൾ നെഗറ്റീവ് നമ്പറും പോസിറ്റീവ് നമ്പറും കൂടി വന്നാൽ വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ മൈനസ് ചെയ്തിട്ട് വലിയ നമ്പറിൻ്റെ സൈൻ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇവിടെ 2 - 2 വരും. പിന്നെ രണ്ടും ഒരേ നമ്പർ ആയതുകൊണ്ട് ഏത് സൈൻ ഇട്ട് കൊടുത്താലും ആൻസർ 0 തന്നെയാണ്. കാരണം 2 - 2 0 ആണ്. 0 ഒരു നെഗറ്റീവ് നമ്പറും പോസിറ്റീവ് നമ്പറും അല്ല. അപ്പോൾ പ്ലസ് ഇട്ടാലും മൈനസ് ഇട്ടാലും 0 തന്നെയാണ്. -5 - 3. ഇവിടെ 5ൻ്റെ സൈന് മൈനസാണ്, 3യുടെ സൈനും മൈനസാണ്. അപ്പോൾ രണ്ട് നെഗറ്റീവ് നമ്പേഴ്സാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ രണ്ട് നമ്പേഴ്സും കൂടി ആഡ് ചെയ്തിട്ട് നെഗറ്റീവ് സൈൻ ഇട്ട് കൊടുക്കണം. ദാറ്റ് ഈസ് 5 + 3 എന്നിട്ട് നെഗറ്റീവ് സൈൻ ഇട്ട് കൊടുക്കാം. ദാറ്റ് ഈസ് -8. ഇതുപോലെ നമുക്ക് ഈ ചാപ്റ്ററിലെ എല്ലാ പ്രോബ്ലംസും ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് പേജ് നമ്പർ 196 പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. 4 - 9. 4ൻ്റെ സൈന് പോസിറ്റീവും 9ൻ്റെ സൈന് നെഗറ്റീവുമാണ്. അപ്പോൾ ഇതൊരു പോസിറ്റീവ് നമ്പറും നെഗറ്റീവ് നമ്പറുമാണ്. അപ്പോൾ ലാർജ് നമ്പറിൽ നിന്ന് സ്മോൾ നമ്പർ മൈനസ് ചെയ്തിട്ട് ലാർജ് നമ്പറിൻ്റെ സൈൻ ഇട്ട് കൊടുക്കണം. ദാറ്റ് ഈസ് 9 - 4. ലാർജ് നമ്പർ 9 ആണ്. 9ൻ്റെ സൈന് നെഗറ്റീവാണ്. സോ ഇതിന് നെഗറ്റീവ് സൈൻ ഇട്ട് കൊടുക്കാം. ദാറ്റ് ഈസ് -5. 14 - 29. 14ൻ്റെ സൈന് പോസിറ്റീവും 29ൻ്റെ സൈന് നെഗറ്റീവുമാണ്. അപ്പോൾ ഇതൊരു പോസിറ്റീവ് നമ്പറും നെഗറ്റീവ് നമ്പറുമാണ്. അപ്പോൾ വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ മൈനസ് ചെയ്തിട്ട് വലിയ നമ്പറിൻ്റെ സൈൻ ഇട്ട് കൊടുക്കണം. ദാറ്റ് ഈസ് 29 - 14. വലിയ നമ്പർ 29 ആണ്. 29ൻ്റെ സൈന് നെഗറ്റീവാണ്. സോ ഇതിന് നെഗറ്റീവ് ഇട്ട് കൊടുക്കാം. ദാറ്റ് ഈസ് -15. 1/2 - 3/4. അതായത് അരഭാഗത്തിൽ നിന്നും 1/4 ഭാഗം മൈനസ് ചെയ്യുന്നു. ഇവിടെ 1/2ൻ്റെ സൈന് പോസിറ്റീവും 3/4ൻ്റെ സൈന് നെഗറ്റീവുമാണ്. അപ്പോൾ വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ മൈനസ് ചെയ്തിട്ട് വലിയ നമ്പറിൻ്റെ സൈൻ ഇട്ട് കൊടുക്കണം. ഇവിടെ 1/2 ആണോ 3/4 ആണോ
വലിയ നമ്പർ എന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. 3/4 ആണ് വലിയ നമ്പർ, കാരണം അരഭാഗത്തേക്കാളും വലുതാണ് മുക്കാൽ ഭാഗം. അപ്പോൾ നമ്മളിവിടെ വലിയ നമ്പറിൽ നിന്നും ചെറിയ നമ്പർ മൈനസ് ചെയ്തിട്ട് വലിയ നമ്പറിൻ്റെ സൈൻ ഇട്ട് കൊടുക്കണം. കാരണം 1/2ൻ്റെ സൈന് പോസിറ്റീവും 3/4ൻ്റെ സൈൻ നെഗറ്റീവുമാണ്. അപ്പോൾ ഇവിടെ ഒരു നെഗറ്റീവ് നമ്പറും പോസിറ്റീവ് നമ്പറുമാണ് വന്നിട്ടുള്ളത്. സോ ദിസ് ബിക്കം 3/4 മൈനസ് 1/2. വലിയ നമ്പർ 3/4 ആയതുകൊണ്ട് 3/4ൻ്റെ സൈൻ ഇട്ട് കൊടുക്കാം. ദാറ്റ് ഈസ് മൈനസ് 1/4. മുക്കാൽ ഭാഗത്തിൽ നിന്ന് അരഭാഗം പോയാൽ ബാക്കി കാൽ ഭാഗമാണ്. ദാറ്റ് ഈസ് 1/4. 5 മൈനസ് 10. 5ൻ്റെ സൈന് പോസിറ്റീവും 10ൻ്റെ സൈന് മൈനസുമാണ്. സോ ഇവിടെ ഒരു പോസിറ്റീവ് നമ്പറും നെഗറ്റീവ് നമ്പറുമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ലാർജ് നമ്പറിൽ നിന്നും സ്മോൾ നമ്പർ മൈനസ് ചെയ്തിട്ട് ലാർജ് നമ്പറിൻ്റെ സൈൻ ഇട്ട് കൊടുക്കണം. ദാറ്റ് ഈസ് 10 മൈനസ് 5. 10 ആണ് ലാർജ് നമ്പർ, അതിൻ്റെ സൈന് മൈനസാണ്, അപ്പോൾ മൈനസ് ഇട്ട് കൊടുക്കാം. ദാറ്റ് ഈസ് മൈനസ് 5. 25 മൈനസ് 65. ഇവിടെ 25ൻ്റെ സൈന് പോസിറ്റീവും 65ൻ്റെ സൈന് നെഗറ്റീവുമാണ്. അപ്പോൾ ഒരു പോസിറ്റീവ് നമ്പറും നെഗറ്റീവ് നമ്പറുമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ മൈനസ് ചെയ്തിട്ട് വലിയ നമ്പറിൻ്റെ സൈൻ ഇട്ട് കൊടുക്കണം. ദാറ്റ് ഈസ് 65 മൈനസ് 25. വലിയ നമ്പർ 65 ആണ്, അതിൻ്റെ സൈന് മൈനസാണ്, സോ മൈനസ് ഇട്ട് കൊടുക്കാം. ദാറ്റ് ഈസ് മൈനസ് 40. 1/3 മൈനസ് 1/2. ഇവിടെ 1/3യുടെ സൈന് പോസിറ്റീവും 1/2ൻ്റെ സൈന് നെഗറ്റീവുമാണ്. അപ്പോൾ വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ മൈനസ് ചെയ്തിട്ട് വലിയ നമ്പറിൻ്റെ സൈൻ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതിൽ 1/3 ആണോ 1/2 ആണോ വലിയ നമ്പർ എന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. 1/2 ആണ് വലിയ നമ്പർ, കാരണം ഈ രണ്ട് ഫ്രാക്ഷൻ്റെയും ന്യൂമറേറ്റർ സെയിം ആണ്. കാരണം രണ്ട് ഫ്രാക്ഷൻ്റെയും ന്യൂമറേറ്റർ 1 ആണ്, അത് സെയിം ആണ്. പിന്നെ ഡിനോമിനേറ്റർ മാത്രമേ വ്യത്യാസമുള്ളൂ. ഡിനോമിനേറ്റർ 1ൻ്റെ 3 1ൻ്റെ 2 ആണ്. ഡിനോമിനേറ്റർ കൂടും തോറും നമ്പർ കുറയും, അതായത് ആ ഫ്രാക്ഷൻ്റെ വാല്യൂ കുറയും. സോ 1/2 ആണ് വലിയ നമ്പർ. ഇനി നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കാൽക്കുലേറ്ററിൽ 1/3 എത്രയാണെന്നും 1/2 എത്രയാണെന്നും കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. 1/3 0.33 ആണ്, 1/2 0.5 ആണ്. അപ്പോൾ 0.5 ആണ് വലുത്, അപ്പോൾ 1/2 ആണ് വലിയ നമ്പർ. അപ്പോൾ നമുക്ക് 1/2ൽ നിന്നും 1/3 മൈനസ് ചെയ്തിട്ട് ലാർജ് നമ്പർ 1/2 ആണ്, അതിൻ്റെ സൈനായി മൈനസ് ഇട്ട് കൊടുക്കുക. ദാറ്റ് ഈസ് 1/2 മൈനസ് 1/3 മൈനസ്. ഫ്രാക്ഷൻസ് തമ്മിൽ ആഡ് ചെയ്യുമ്പോഴും സബ്ട്രാക്ട് ചെയ്യുമ്പോഴും നമ്മൾ അതിൻ്റെ ഡിനോമിനേറ്റർ സെയിം ആക്കണം. ഇവിടെ ഡിനോമിനേറ്റർ 1ൻ്റേത് 3 1ൻ്റേത് 2 ആണ്, അപ്പോൾ രണ്ടിൻ്റെയും സെയിം ഡിനോമിനേറ്റർ ആക്കണം. അതിനുവേണ്ടി 1/3 എന്ന ഫ്രാക്ഷൻ്റെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതുപോലെ 1/2 എന്ന ഫ്രാക്ഷൻ്റെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഒരു ഫ്രാക്ഷൻ്റെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും സെയിം നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആ ഫ്രാക്ഷൻ്റെ വാല്യൂവിന് വ്യത്യാസം വരില്ല. ഫോർ എക്സാമ്പിൾ ഇവിടെ 1/3 എന്ന ഫ്രാക്ഷൻ്റെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ 2ഉം 2ഉം ക്യാൻസൽ ചെയ്യുമ്പോൾ സെയിം വാല്യൂ തന്നെയാണ് കിട്ടുന്നത്. നമ്മൾ കാൽക്കുലേഷൻ ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനെ ചെയ്യുന്നത്. സോ ദിസ് ബിക്കം മൈനസ് ഓഫ് 3/6 മൈനസ് 2/6. ഇവിടെ ഇപ്പോൾ രണ്ട് ഫ്രാക്ഷൻ്റെയും ഡിനോമിനേറ്റർ സെയിം ആയി, അതുകൊണ്ട് ന്യൂമറേറ്റർ തമ്മിൽ മൈനസ് ചെയ്തിട്ട് സെയിം ഡിനോമിനേറ്റർ ഇട്ട് കൊടുത്താൽ മതി. ദാറ്റ് ഈസ് മൈനസ് ഓഫ് 3 മൈനസ് 2/6. 3 മൈനസ് 2 1 ആണ്, സോ ദിസ് ബിക്കം മൈനസ് ഓഫ് 1/6. ദാറ്റ് ഈസ് മൈനസ് 1/6. ഇനി നമുക്ക് പേജ് നമ്പർ 198ലെ പ്രോബ്ലംസ് എഴുതി നോക്കാം. -4 + 9. ഇവിടെ 4ൻ്റെ സൈന് മൈനസും 9ൻ്റെ സൈന് പോസിറ്റീവുമാണ്. സോ ഇവ ഒരു നെഗറ്റീവ് നമ്പറും ഒരു പോസിറ്റീവ് നമ്പർ കൂടിയാണ്. അപ്പോൾ നമുക്ക് ലാർജ് നമ്പറിൽ നിന്നും സ്മോൾ നമ്പർ മൈനസ് ചെയ്തിട്ട് ലാർജ് നമ്പറിൻ്റെ സൈൻ ഇട്ട് കൊടുക്കണം. ദാറ്റ് ഈസ് 9 - 4. ലാർജ് നമ്പർ 9 ആണ്, 9ൻ്റെ സൈന് പ്ലസ് ആണ്, സോ പ്ലസ് ഇട്ട് കൊടുക്കുക. ദാറ്റ് ഈസ് +9 - 4. ദാറ്റ് ഈസ് 5. -15 + 8. ഇവിടെ 15ൻ്റെ സൈന് നെഗറ്റീവും 8ൻ്റെ സൈന് പോസിറ്റീവുമാണ്. സോ ഇവ ഒരു നെഗറ്റീവ് നമ്പറും പോസിറ്റീവ് നമ്പറും കൂടിയാണ്. അപ്പോൾ ലാർജ് നമ്പറിൽ നിന്നും സ്മോൾ നമ്പർ മൈനസ് ചെയ്തിട്ട് ലാർജ് നമ്പറിൻ്റെ സൈന് ഇട്ട് കൊടുക്കണം. ദാറ്റ് ഈസ് 15 - 8. ലാർജ് നമ്പർ 15 ആണ്, 15ൻ്റെ സൈന് മൈനസാണ്, സോ മൈനസ് ഇട്ട് കൊടുക്കാം. ദാറ്റ് ഈസ് -15 - 8. ദാറ്റ് ഈസ് -7.
-1/2 പ്ലസ് 3/4. ഇവിടെ 1/2ൻ്റെ സൈന് മൈനസും 3/4ൻ്റെ സൈന് പ്ലസ്സും ആണ്. അപ്പോൾ ഇവ ഒരു നെഗറ്റീവ് നമ്പറും ഒരു പോസിറ്റീവ് നമ്പറും ആണ്. അപ്പോൾ ലാർജ് നമ്പറിൽ നിന്ന് സ്മോൾ നമ്പർ മൈനസ് ചെയ്തിട്ട് ലാർജ് നമ്പറിൻ്റെ സൈന് ഇട്ട് കൊടുക്കണം. ദാറ്റ് ഈസ് 3/4 - 1/2. ലാർജ് നമ്പർ 3/4 ആണ്. അപ്പോൾ 3/4ൻ്റെ സൈന് പോസിറ്റീവാണ്. സോ പോസിറ്റീവ് ഇട്ട് കൊടുക്കാം. ദാറ്റ് ഈസ് പോസിറ്റീവ് 3/4 - 1/2. ദാറ്റ് ഈസ് 1/4. കാരണം മുക്കാൽ ഭാഗമാണ് 3/4. അര ഭാഗമാണ് 1/2. അപ്പോൾ മുക്കാൽ ഭാഗത്തിൽ നിന്ന് അര ഭാഗം പോയാൽ ബാക്കി കാൽ ഭാഗമാണ്. ദാറ്റ് ഈസ് 1/4. -9 + 4. ഇവിടെ 9ൻ്റെ സൈന് മൈനസും 4ൻ്റെ സൈന് പോസിറ്റീവുമാണ്. അപ്പോൾ ഇവ നെഗറ്റീവ് നമ്പറും പോസിറ്റീവ് നമ്പറും ആയതുകൊണ്ട് ലാർജ് നമ്പറിൽ നിന്നും സ്മോൾ നമ്പർ മൈനസ് ചെയ്തിട്ട് ലാർജ് നമ്പറിൻ്റെ സൈൻ ഇട്ട് കൊടുക്കണം. ദാറ്റ് ഈസ് 9 - 4. ലാർജ് നമ്പർ 9 ആയതുകൊണ്ട് അതിൻ്റെ സൈന് നെഗറ്റീവാണ്. സോ നെഗറ്റീവ് ഇട്ട് കൊടുക്കാം. ദാറ്റ് ഈസ് -9 - 4. ദാറ്റ് ഈസ് -5. -8 + 15. ഇവിടെ 8ൻ്റെ സൈന് മൈനസും 15ൻ്റെ സൈന് പോസിറ്റീവുമാണ്. അപ്പോൾ നെഗറ്റീവ് നമ്പറും പോസിറ്റീവ് നമ്പറും ആണ്. സോ ലാർജ് നമ്പറിൽ നിന്നും സ്മോൾ നമ്പർ മൈനസ് ചെയ്തിട്ട് ലാർജ് നമ്പറിൻ്റെ സൈൻ ഇട്ട് കൊടുക്കാം. ദാറ്റ് ഈസ് 15 - 8. ലാർജ് നമ്പർ 15 ആണ്. അതിൻ്റെ സൈന് പോസിറ്റീവാണ്. സോ പോസിറ്റീവ് ഇട്ട് കൊടുക്കാം. ദാറ്റ് ഈസ് +15 - 8. ദാറ്റ് ഈസ് 7. -3/4 + 1/2. ഇവിടെ 3/4ൻ്റെ സൈന് മൈനസും 1/2ൻ്റെ സൈന് പോസിറ്റീവുമാണ്. അപ്പോൾ ഇതൊരു നെഗറ്റീവ് നമ്പറും പോസിറ്റീവ് നമ്പറും ആയതുകൊണ്ട് ലാർജ് നമ്പറിൽ നിന്ന് സ്മോൾ നമ്പർ മൈനസ് ചെയ്തിട്ട് ലാർജ് നമ്പറിൻ്റെ സൈന് ഇട്ട് കൊടുക്കണം. ദാറ്റ് ഈസ് 3/4 - 1/2. ലാർജ് നമ്പർ 3/4 ആണ്. അതിൻ്റെ സൈന് മൈനസാണ്. സോ മൈനസ് ഇട്ട് കൊടുക്കാം. ദാറ്റ് ഈസ് -3/4 - 1/2. ദാറ്റ് ഈസ് -1/4. 3/4 ആണ് ഇവിടെ വലിയ നമ്പർ. കാരണം 3/4 എന്ന് വെച്ചാൽ മുക്കാൽ ഭാഗമാണ്. 1/2 എന്ന് വെച്ചാൽ അര ഭാഗമാണ്. അപ്പോൾ മുക്കാൽ ഭാഗമാണല്ലോ അര ഭാഗത്തിനേക്കാളും വലിയത്. അതുകൊണ്ടാണ് 3/4 വലിയ നമ്പറായിട്ട് എടുത്തിട്ടുള്ളത്. കൂടാതെ മുക്കാൽ ഭാഗത്തിൽ നിന്നും അര ഭാഗം പോയാൽ ബാക്കി കാൽ ഭാഗമാണ്. അതാണ് 1/4. ഇനി നമുക്ക് പേജ് നമ്പർ 199 പ്രോബ്ലംസൊക്കെ ചെയ്തു നോക്കാം. -1 - 1. ഇവിടെ ആദ്യത്തെ 1ൻ്റെ സൈന് മൈനസാണ്. രണ്ടാമത്തെ 1ൻ്റെ സൈനും മൈനസാണ്. അപ്പോൾ ഇത് രണ്ട് നെഗറ്റീവ് നമ്പേഴ്സാണ്. രണ്ട് നെഗറ്റീവ് നമ്പേഴ്സ് വരുമ്പോൾ റിസൾട്ടും ഒരു നെഗറ്റീവ് നമ്പർ തന്നെയായിരിക്കും. 1 നെഗറ്റീവ് നമ്പറും 1 നെഗറ്റീവ് നമ്പറും 2 നെഗറ്റീവ് നമ്പറാണ്. അതായത് -1 + 1 ദാറ്റ് ഈസ് -2. -7 - 8. ഇവിടെ 7ൻ്റെ സൈന് മൈനസാണ്, 8ൻ്റെ സൈന് മൈനസാണ്. സോ ഇത് രണ്ടും നെഗറ്റീവ് നമ്പേഴ്സാണ്. അപ്പോൾ റിസൾട്ടും നെഗറ്റീവ് നമ്പർ തന്നെയായിരിക്കും. 7 നെഗറ്റീവ് നമ്പേഴ്സും 8 നെഗറ്റീവ് നമ്പേഴ്സും 15 നെഗറ്റീവ് നമ്പേഴ്സാണ്. ദാറ്റ് ഈസ് -7 + 8 ദാറ്റ് ഈസ് -15. -1/2 - 1/4. ഇവിടെ 1/2ൻ്റെ സൈനും മൈനസാണ്, 1/4ൻ്റെ സൈനും മൈനസാണ്. സോ ഇത് രണ്ടും നെഗറ്റീവ് നമ്പേഴ്സാണ്. അപ്പോൾ റിസൾട്ടും നെഗറ്റീവ് നമ്പർ തന്നെയായിരിക്കും. ദാറ്റ് ഈസ് -1/2 + 1/4 ദാറ്റ് ഈസ് -3/4. -2 - 2. ഇവിടെ ആദ്യത്തെ 2ൻ്റെ സൈനും മൈനസാണ്, രണ്ടാമത്തെ 2ൻ്റെ സൈനും മൈനസാണ്. അപ്പോൾ രണ്ട് നെഗറ്റീവ് നമ്പേഴ്സാണ് വന്നിട്ടുള്ളത്. സോ റിസൾട്ടും ഒരു നെഗറ്റീവ് നമ്പർ ആയിരിക്കും. -2 - 2ഉം -4 ആണ്. ദാറ്റ് ഈസ് -2 + 2 ദാറ്റ് ഈസ് -4. -8 - 7. ഇവിടെ 8ൻ്റെ സൈനും മൈനസാണ്, 7ൻ്റെ സൈനും മൈനസാണ്. അപ്പോൾ രണ്ടും നെഗറ്റീവ് നമ്പേഴ്സാണ്. റിസൾട്ടും നെഗറ്റീവ് നമ്പർ ആയിരിക്കും. ദാറ്റ് ഈസ് -8 + 7 ദാറ്റ് ഈസ് -15. -2 ½ - 1 ½. ഇവിടെ 2 ½ സൈനും മൈനസാണ്, 1 ½ സൈനും മൈനസാണ്. അപ്പോൾ രണ്ട് നെഗറ്റീവ് നമ്പേഴ്സാണ് വന്നിട്ടുള്ളത്. സോ റിസൾട്ടും നെഗറ്റീവ് ആയിരിക്കും. ദാറ്റ് ഈസ് -2 ½ + 1 ½. 2 + 1 3 ആണ്. ½ + ½ 1 ആണ്. സോ ദിസ് ബിക്കം -3 + 1 ദാറ്റ് ഈസ് -4. 8 - 12. ഇവിടെ 8ൻ്റെ സൈന് പോസിറ്റീവും 12ൻ്റെ സൈന് നെഗറ്റീവും ആണ്. അപ്പോൾ ഒരു നെഗറ്റീവ് നമ്പറും ഒരു പോസിറ്റീവ് നമ്പറുമാണ് വന്നിട്ടുള്ളത്. സോ
ലാർജ് നമ്പറിൽ നിന്ന് സ്മോൾ നമ്പർ മൈനസ് ചെയ്തിട്ട് ലാർജ് നമ്പറിൻ്റെ സൈൻ ഇട്ട് കൊടുക്കണം. ദാറ്റ് ഈസ് 12 മൈനസ് 8. ലാർജ് നമ്പർ 12 ആയതുകൊണ്ട് അതിൻ്റെ സൈന് മൈനസ് ആണ്. സോ മൈനസ് ഇതിനിട്ട് കൊടുക്കാം. ദാറ്റ് ഈസ് മൈനസ് ഓഫ് 12 മൈനസ് 8. ദാറ്റ് ഈസ് -4. -10 -4. ഇവിടെ 10ൻ്റെ സൈന് മൈനസ് ആണ്, 4ൻ്റെ സൈനും മൈനസ് ആണ്. സോ റിസൾട്ടും മൈനസ് ആയിരിക്കും, കാരണം രണ്ട് നെഗറ്റീവ് നമ്പേഴ്സാണ് വന്നിട്ടുള്ളത്. സോ റിസൾട്ട് നെഗറ്റീവ് നമ്പർ ആയിരിക്കും. ദാറ്റ് ഈസ് മൈനസ് ഓഫ് 10 + 4. ദാറ്റ് ഈസ് -14. 1½ മൈനസ് 7½ ഇവിടെ 1½ സൈന് പോസിറ്റീവും 7½ സൈന് നെഗറ്റീവുമാണ്. അപ്പോൾ ഒരു നെഗറ്റീവ് നമ്പറും പോസിറ്റീവ് നമ്പറുമാണ് വന്നിട്ടുള്ളത്. സോ ലാർജർ നമ്പറിൽ നിന്ന് സ്മോളർ നമ്പർ മൈനസ് ചെയ്തിട്ട് ലാർജർ നമ്പറിൻ്റെ സൈൻ ഇട്ട് കൊടുക്കണം. ദാറ്റ് ഈസ് 7½ മൈനസ് 1½ ലാർജർ നമ്പർ 7½ ആണ്, അതിൻ്റെ സൈന് മൈനസ് ആണ്. സോ മൈനസ് ഇട്ട് കൊടുക്കാം. ദാറ്റ് ഈസ് മൈനസ് ഓഫ് 7½ മൈനസ് 1½ 7ൽ നിന്നും 1 മൈനസ് ചെയ്താൽ 6 ആണ്. ഹാഫിൽ നിന്നും ഹാഫ് മൈനസ് ചെയ്താൽ 0 ആണ്. സോ ദിസ് ബിക്കം -6. -25 മൈനസ് 3½ ഇവിടെ 25ൻ്റെ സൈന് മൈനസ് ആണ്, 3½ സൈനും മൈനസ് ആണ്. അപ്പോൾ രണ്ടും നെഗറ്റീവ് നമ്പറാണ്, റിസൾട്ടും നെഗറ്റീവ് നമ്പർ തന്നെ ആയിരിക്കും. ദാറ്റ് ഈസ് മൈനസ് ഓഫ് 25 + 3½ ദാറ്റ് ഈസ് 25 + 3 28 ആണ്, പ്ലസ് ഹാഫും ദാറ്റ് ഈസ് 28½ പിന്നെ ഈ മൈനസ് ഇട്ട് കൊടുക്കാം. ദാറ്റ് ഈസ് -28½. -8 + 8 ഇവിടെ ആദ്യത്തെ 8ൻ്റെ സൈന് മൈനസ്, രണ്ടാമത്തെ 8ൻ്റെ സൈന് പോസിറ്റീവുമാണ്. അപ്പോൾ നെഗറ്റീവ് നമ്പറും പോസിറ്റീവ് നമ്പറുമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ലാർജ് നമ്പറിൽ നിന്ന് സ്മോൾ നമ്പർ മൈനസ് ചെയ്തിട്ട് ലാർജ് നമ്പറിൻ്റെ സൈൻ ഇട്ട് കൊടുക്കണം. ദാറ്റ് ഈസ് 8 - 8 8 - 8 0 ആണ്. 0ക്ക് പ്ലസ് ഇട്ട് കൊടുത്താലും മൈനസ് ഇട്ട് കൊടുത്താലും 0 തന്നെയാണ്. -10 + 20 ഇവിടെ 10ൻ്റെ സൈന് മൈനസും 20യുടെ സൈന് പ്ലസ്സും ആണ്. അതായത് ഒരു നെഗറ്റീവ് നമ്പറും പോസിറ്റീവ് നമ്പറുമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ലാർജ് നമ്പറിൽ നിന്ന് സ്മോൾ നമ്പർ മൈനസ് ചെയ്തിട്ട് ലാർജ് നമ്പറിൻ്റെ സൈൻ ഇട്ട് കൊടുക്കണം. ദാറ്റ് ഈസ് 20 - 10 ലാർജ് നമ്പർ 20 ആണ്, അതിൻ്റെ സൈന് പ്ലസ് ആണ്. സോ പ്ലസ് ഇട്ട് കൊടുക്കാം. ദാറ്റ് ഈസ് +20 - 10 ദാറ്റ് ഈസ് 10. -3½ + 3½ ഇവിടെ ആദ്യത്തെ 3½ സൈന് മൈനസ്, രണ്ടാമത്തെ 3½ സൈന് പോസിറ്റീവുമാണ്. അപ്പോൾ നെഗറ്റീവ് നമ്പറും പോസിറ്റീവ് നമ്പറുമാണിത്. അപ്പോൾ ലാർജ് നമ്പറിൽ നിന്നും സ്മോൾ നമ്പർ മൈനസ് ചെയ്തിട്ട് ലാർജ് നമ്പറിൻ്റെ സൈൻ ഇട്ട് കൊടുക്കണം. ദാറ്റ് ഈസ് 3½ - 3½ 3½ൽ നിന്ന് 3½ പോയാൽ 0 ആണ്, അതിന് ഏത് സൈൻ ഇട്ട് കൊടുത്താലും 0 തന്നെയാണ്. -20 + 40 ഇവിടെ 20യുടെ സൈന് മൈനസും 40യുടെ സൈന് പോസിറ്റീവുമാണ്. അപ്പോൾ ഇതൊരു നെഗറ്റീവ് നമ്പറും പോസിറ്റീവ് നമ്പറുമാണ്. അപ്പോൾ ലാർജ് നമ്പറിൽ നിന്നും സ്മോൾ നമ്പർ മൈനസ് ചെയ്തിട്ട് ലാർജ് നമ്പറിൻ്റെ സൈൻ ഇട്ട് കൊടുക്കണം. ദാറ്റ് ഈസ് 40 - 20 ലാർജ് നമ്പർ 40 ആണ്, അതിൻ്റെ സൈന് പ്ലസ് ആണ്. സോ പ്ലസ് ഇട്ട് കൊടുക്കാം. ദാറ്റ് ഈസ് +40 - 20 ദാറ്റ് ഈസ് 20. -7 + 4 ഇവിടെ 7ൻ്റെ സൈന് മൈനസും 4ൻ്റെ സൈന് പോസിറ്റീവുമാണ്. അപ്പോൾ നെഗറ്റീവ് നമ്പറും പോസിറ്റീവ് നമ്പറുമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ലാർജ് നമ്പറിൽ നിന്ന് സ്മോൾ നമ്പർ മൈനസ് ചെയ്തിട്ട് ലാർജ് നമ്പറിൻ്റെ സൈൻ ഇട്ട് കൊടുക്കണം. ദാറ്റ് ഈസ് 7 - 4 ലാർജ് നമ്പർ 7 ആണ്, 7ൻ്റെ സൈന് മൈനസ് ആണ്. സോ മൈനസ് ഇവിടെ ഇട്ട് കൊടുക്കാം. ദാറ്റ് ഈസ് -7 - 4 ദാറ്റ് ഈസ് -3. -4½ + 5½ ഇവിടെ 4½ൻ്റെ സൈന് മൈനസും 5½ൻ്റെ സൈന് പോസിറ്റീവുമാണ്. അപ്പോൾ ഇതൊരു നെഗറ്റീവ് നമ്പറും പോസിറ്റീവ് നമ്പറുമാണ്. അപ്പോൾ ലാർജ് നമ്പറിൽ നിന്ന് സ്മോൾ നമ്പർ മൈനസ് ചെയ്തിട്ട് ലാർജ് നമ്പറിൻ്റെ സൈൻ ഇട്ട് കൊടുക്കണം. ദാറ്റ് ഈസ് 5½ - 4½ ലാർജ് നമ്പർ 5½ ആണ്, അതിൻ്റെ സൈന് പോസിറ്റീവാണ്. സോ പോസിറ്റീവ് ഇട്ട് കൊടുക്കാം. ദാറ്റ് ഈസ് +5½ - 4½ 5ൽ നിന്നും 4 മൈനസ് ചെയ്താൽ 1 ആണ്. ഹാഫിൽ നിന്നും ഹാഫ് മൈനസ് ചെയ്താൽ 0. സോ ദിസ് ബിക്കം 1. -12½ + ½ ഇവിടെ 12½ൻ്റെ സൈന് മൈനസും ഹാഫിൻ്റെ സൈന് പോസിറ്റീവുമാണ്. അതായത് ഇതൊരു നെഗറ്റീവ് നമ്പറും പോസിറ്റീവ് നമ്പറുമാണ്. സോ ലാർജ് നമ്പറിൽ നിന്ന് സ്മോൾ നമ്പർ മൈനസ് ചെയ്തിട്ട് ലാർജ് നമ്പറിൻ്റെ സൈൻ ഇട്ട് കൊടുക്കണം. ദാറ്റ് ഈസ് 12½ - ½ ലാർജ് നമ്പർ 12½ ആണ്, അതിൻ്റെ സൈന് മൈനസ് ആണ്. സോ മൈനസ് ഇട്ട് കൊടുക്കാം. ദാറ്റ് ഈസ് -12½ - ½ ഹാഫിൽ നിന്ന് ഹാഫ് പോയാൽ 0 ആണ്. സോ ബാക്കിയുള്ളത് 12 ആണ്. ദാറ്റ് ഈസ് -12.